നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. 1ാമത്തെ ചാപ്റ്റർ നോക്കിയിരുന്നു, ദി കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററാണ്. എല്ലാവർക്കും ഇഷ്ടമായോ ചാപ്റ്റർ? ഇനി അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കിസ്സിങ് ഹാൻഡ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതായത് നിങ്ങളുടെ പേജ് നമ്പർ 9, 10 ഇതിലൊക്കെ കണ്ടാവും താഴെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. മക്കളെ, 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ചെസ്റ്റർ ഡസൻറ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ, വൈ? എന്താണ്? ചെസ്റ്ററിന് സ്കൂളിൽ പോകണ്ട അല്ലേ? എന്താ കാരണം? എന്തുകൊണ്ടാണ് ചെസ്റ്റർ സ്കൂളിൽ പോകണ്ട എന്ന് പറയുന്നത്? ആൻസർ നോക്കിയേ. ഹീ വോണ്ട്സ് ടു സ്റ്റേ ഹോം വിത്ത് ഹിസ് മദർ. അവൻ എന്ത് വേണം? അവൻ്റെ അമ്മയോടൊപ്പം വീട്ടിൽ ഇരിക്കണം. ഹീ ഓൾസോ വോണ്ട്സ് ടു പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ടോയ്സ്, റീഡ് ബുക്സ്, സ്വിങ് ഓൺ ഹിസ് സ്വിങ്സ് എക്സെട്ര. സോ ഹീ ഡസൻറ്റ് വോണ്ട് ടു ഗോ ടു സ്കൂൾ. എന്താണ്? അവൻ എന്തൊക്കെ ചെയ്യണം? നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്തൊക്കെ ചെയ്യണം? അവന് വീട്ടിലിരുന്ന് ടോയ്സ് കൊണ്ട് കളിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കണം, ബുക്ക് വായിക്കണം, സ്വിങ്ങിൽ സ്വിങ് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് അവൻ്റെ ആവശ്യങ്ങളല്ലേ. അമ്മയോടൊപ്പം ഇരിക്കണം, അതാദ്യമേ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ താല്പര്യമില്ല? സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് യു വെയർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ്, വാട്ട് വുഡ് യു ഡു? നിങ്ങൾ ചെസ്റ്ററിൻ്റെ സ്ഥാനത്ത് എൻ്റെ മക്കളായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഞങ്ങൾ നല്ല മക്കളല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ സ്കൂളിൽ പോവും. എന്താ കാര്യം? സ്കൂളിൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ എന്താണ്? ഐ വിൽ ഗോ ടു സ്കൂൾ വിത്ത് എ ഹാപ്പി മൈൻഡ്. കരഞ്ഞു പോവോ? ഇല്ല. എന്ത് ചെയ്യും? ഐ വിൽ ഗോ ടു സ്കൂൾ വിത്ത് എ ഹാപ്പി മൈൻഡ്. എന്താണ്? ഞങ്ങൾ ഹാപ്പി മൈൻഡായിട്ട് ഞാൻ എന്ത് ചെയ്യും? ഹാപ്പി മൈൻഡായിട്ട് സ്കൂളിൽ പോകും. ഐ നോ ഐ വിൽ ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ദെയർ. എനിക്കറിയാം. എന്തറിയാം? എനിക്കവിടെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുമെന്ന് എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യൻ. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾഡ് സീക്രറ്റ്. വാട്ട് മേ ബി ദ സീക്രറ്റ്? ചെസ്റ്ററിൻ്റെ അമ്മ ഒരു പഴയ സീക്രട്ട് പറഞ്ഞു കൊടുത്തു. എന്തായിരിക്കാം ആ സീക്രട്ട്? എന്താണ്? കിസ്സിങ് ഹാൻഡ് അല്ലേ. ദ ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം എന്താ? അബൌട്ട് ദി കിസ്സിങ് ഹാൻഡ്, അല്ലെങ്കിൽ ദ ഓൾഡ് സീക്രട്ട് വാസ് ദ ഐഡിയ ഓഫ് ദി കിസ്സിങ് ഹാൻഡ് എന്ന് പറയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? ചെസ്റ്ററിന് പേടിയായിരുന്നു അല്ലേ. അത് ഓവർകം ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ അതിൽ നിന്നും മുമ്പോട്ട് വരാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും മോചിച്ച് അത് മാറ്റി വെച്ച് മുന്നോട്ട് പോകണം. അതിനു വേണ്ടി ചെസ്റ്ററിൻ്റെ അമ്മ എങ്ങനെയാണ് ചെസ്റ്ററിനെ ഹെൽപ്പ് ചെയ്തത്? മിസ് റക്കൂൺ ടോട്ട് ചെസ്റ്റർ എ സീക്രട്ട്. എന്ത് പഠിപ്പിച്ചു? ഒരു സീക്രട്ട് പഠിപ്പിച്ചു. ദാറ്റ് വാസ് എ കിസ്സിങ് ഹാൻഡ്. അതെന്തായിരുന്നു? കിസ്സിങ് ഹാൻഡ് ആയിരുന്നു. ഷി കിസ്ഡ് ഓൺ ഹിസ് പാം. എങ്ങനെയായിരുന്നു കിസ്സിങ് ഹാൻഡ്? എങ്ങനെയായിരുന്നു നമുക്കവിടെ പറയാം. എന്താണ്? ഷി കിസ്ഡ് ഓൺ ഹിസ് പാം ആൻഡ് ടോൾഡ് ഹിം whenever he feels lonely and needed the love from home, just press his hand to his cheek and think mommy loves you. എന്താ നീ പറയണോ? എന്താ? കൈ ഇങ്ങനെ വിടർത്തി ഇവിടെ ഉമ്മ വെച്ചു, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്താ പറഞ്ഞത്? എപ്പോഴാണോ നിനക്ക് അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ വീടിൻ്റെ സ്നേഹം വേണം തോന്നുന്നത്, എപ്പോഴാണോ നീ ലോൺലി ആവുന്നത്, ഒറ്റപ്പെടുന്നത്, അപ്പോഴും നീ എന്ത് ചെയ്യുക? ഈ കൈ എടുത്ത് ഇങ്ങനെ കവിളിലേക്ക് വച്ച് പ്രസ് ചെയ്തിട്ട് അപ്പോൾ അതെന്ത് പറയും? മം ലവ്സ് യു, മമ്മി ലവ്സ് യു എന്ന് പറയും. ദാറ്റ് കിസ് വിൽ ഹെൽപ്പ് ഹിം ടു ഓവർകം ഹിസ് ഫിയർ. അപ്പോൾ അമ്മയെന്ന് പറഞ്ഞ് ഓർമ്മ വരുമ്പോഴേക്കും നമ്മളെ പേടിയൊക്കെ പോവില്ലേ? അതാണ് അവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്ററിന് എന്താ തോന്നിയത് അമ്മയെ ഉമ്മ വെച്ചപ്പോൾ? വെൻ ചെസ്റ്റർ കിസ്ഡ് ഹിസ് മദർ ഹി ഫെൽറ്റ് ലവ്ഡ്. അമ്മ ഉമ്മ വയ്ക്കുമ്പോൾ എന്താ നമുക്കൊക്കെ തോന്നുക? ലവ്ഡ് അല്ലേ, സ്നേഹം തോന്നും. ഹി ഓൾസോ ഫെൽറ്റ് കംഫർട്ടബിൾ ആണെന്ന് തോന്നും. ആൻഡ് ലെസ് സ്കെയർഡ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. അപ്പോൾ സ്കൂളിൽ പോകുന്നതിനെ പറ്റിയുള്ള പേടിയൊക്കെ അങ്ങ് പോയി. ദ കിസ് മേഡ് ഹിം ഫീൽ സേഫ് ആൻഡ് ഹാപ്പി. ആ കിസ്സാണ് അവനെ സേഫ് ആക്കുന്നതും ഹാപ്പി ആക്കുന്നതും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ.
എൻ്റെ മക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ കാണുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടമായാൽ കേട്ടോ. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യമാണേ, ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് സ്റ്റോറി? ചെസ്റ്റർ റക്കൂൺ ആൻഡ് ഹിസ് മദർ റക്കൂൺ. ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, മെയിൻ കഥാപാത്രങ്ങൾ? ചെസ്റ്റർ റക്കൂൺ ഉണ്ട്, മദർ റക്കൂൺ ഉണ്ട്, പിന്നെ ഒരു വുമണിൻ്റെ കാര്യം പറഞ്ഞല്ലേ. മെയിൻ ക്യാരക്ടേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഇത് രണ്ടും മതി. കൂടുതൽ ക്യാരക്ടേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആ വുമണിൻ്റെ കാര്യം പറയാം, വേറെ ഗേൾസിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ. ഇവിടെ മെയിൻ ക്യാരക്ടേഴ്സ് ഇവർ രണ്ടുപേരാണ്. വിച്ച് പാർട്ട് ഓഫ് ദി സ്റ്റോറി ഡു യു ലൈക്ക് ദി മോസ്റ്റ്? ബൈ. അടുത്ത ചോദ്യമാണ്, എന്താണ് നിങ്ങൾക്ക് ഏത് പാർട്ടാണ് ഏറ്റവും ഇഷ്ടമായത് ഈ കഥയുടെ? നമ്മുടെ ഡോറയൊക്കെ ചോദിക്കുന്ന നിനക്ക് ഇന്നത്തെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടമായോ, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായത് എന്ന് ചോദിക്കുന്ന പോലെ ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഈ കഥയിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമായത്, എന്തുകൊണ്ടാണ് ഇഷ്ടമായത്? പലർക്കും പല ഇഷ്ടങ്ങളുണ്ടാവും അല്ലേ. അപ്പം ഞാൻ 2 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. ഐ ലൈക്ക് ദ പാർട്ട് വെൻ ചെസ്റ്റേഴ്സ് മദർ ഷെയർസ് ദ സീക്രട്ട് ഓഫ് ദ കിസ്സിങ് ഹാൻഡ്. എനിക്കിഷ്ടമായത് എന്താണെന്ന്, കിസ്സിങ് ഹാൻഡിനെ പറ്റി അമ്മ ഷെയർ ചെയ്തതാണ് എനിക്കിഷ്ടമായത്. എന്താ കാര്യം? ഇറ്റ് ഷോസ് എ മദേഴ്സ് ലവ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ചെസ്റ്റർ ഫീൽ സേഫ്. അതെന്ത് കാണിക്കുന്നു? അമ്മയുടെ സ്നേഹം കാണിക്കുന്നു. അങ്ങനെ ആയപ്പോൾ ചെസ്റ്ററിന് എന്ത് തോന്നി? സേഫ് ആണെന്ന് തോന്നി. ദി ഐഡിയ എ കിസ് ക്യാൻ ബ്രിങ് കംഫർട്ട് ഈസ് വെരി ടച്ചിങ് ആൻഡ് സ്വീറ്റ്. എന്താണ്, ഒരു ഉമ്മ നമുക്ക് വളരെ കംഫർട്ട് തരും എന്നുള്ള ഐഡിയ വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. സോ ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇനി വേറെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. അപ്പോൾ വേറെയാണ് ഇഷ്ടമായിട്ടുള്ളതെങ്കിൽ വേറൊരെണ്ണം കൂടി ഉണ്ട്. ദി പാർട്ട് ഐ ലൈക്ക് ദ മോസ്റ്റ് ഈസ് വെൻ ചെസ്റ്റേഴ്സ് മദർ കീസസ് ഈസ് പാം. കയ്യിൽ ഉമ്മ വെച്ചതാണ് ഇഷ്ടമായത് എന്നുള്ളവരുണ്ട്. ഐ ലൈക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ഷീ ലവ്സ് ഹിം. ഏകദേശം ഇത് രണ്ടും ഒരേ ആൻസർ തന്നെയാണ്, പിന്നെ വേറെ രീതിയിൽ എഴുതണമെങ്കിലോ എന്നുള്ളത് കൊണ്ടാണ് തരുന്നത് കേട്ടോ. ബിക്കോസ് ഇറ്റ് ഷോസ് ഹൗ മച്ച് ഷീ ലവ്സ് ഹിം. ആ ഉമ്മ എന്താ കാണിക്കുന്നത്, എത്രത്തോളം അവർക്ക് ആ കുട്ടി ഇഷ്ടമാണെന്ന് കാണിക്കുന്നു. ദിസ് മൊമെൻറ്റ് ഈസ് വെരി കംഫർട്ടിങ് ആൻഡ് സ്വീറ്റ്, മേക്കിംഗ് ചെസ്റ്റർ ഫീൽ സേഫ് ആൻഡ് ബ്രേവ്. എന്താണ്, ഈ മൊമെൻറ്റ് ഭയങ്കര സ്വീറ്റാണ്, ഭയങ്കര കംഫർട്ട് തരുന്നതാണ്. അപ്പോൾ ചെസ്റ്ററിന് എന്ത് തോന്നും? ഭയങ്കര ധൈര്യമൊക്കെ ഉണ്ട്, ഞാൻ ഭയങ്കര ധൈര്യവാനാണെന്നൊക്കെ തോന്നും. ആർക്കാ? ചെസ്റ്ററിന്. പിന്നെ എന്തും തോന്നും, ഞാൻ സേഫ് ആണെന്നും തോന്നും. ഇത്രയല്ലേ ഉള്ളൂ. എളുപ്പമല്ലേ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്? ആക്ടിവിറ്റീസ് ഇതിനെക്കാട്ടി എളുപ്പമാണ്. എൻ്റെ മക്കളൊന്ന് ചെയ്ത് നോക്കണം, ഓരോ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ച് ചെയ്ത് നോക്കണം. പറ്റുമെങ്കിൽ നമുക്കത് തന്നെ നിങ്ങൾ ചെയ്യുന്ന തന്നെ എഴുതാം. തീരെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ടീച്ചർ തരുന്ന ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അത് എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ എഴുതാം കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല. കുഞ്ഞു പാവന്മാർക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ടീച്ചേഴ്സിനും അതായിരിക്കും ഇഷ്ടം. ചെറിയ തെറ്റൊക്കെ ടീച്ചേഴ്സ് തിരുത്തി തരും കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾക്കിത് തന്നെ മതിയെങ്കിൽ നിങ്ങൾ എഴുതുക കേട്ടോ. അമ്മയൊക്കെ ഹെൽപ്പ് ചെയ്ത് വേറെ എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. എന്നിട്ട് ടീച്ചറെ കൊണ്ട് കാണിക്കുക, ടീച്ചർ തെറ്റ് തിരുത്തി തരും കേട്ടോ. അങ്ങനെയും കൂടെ ഒക്കെ ചെയ്യാം കേട്ടോ. അതല്ല ടീച്ചറിൻ്റെ ഈ ആൻസർ മതിയെങ്കിൽ എൻ്റെ മക്കൾ അത് എഴുതിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല മിടുക്കരായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കണം. ഓൾ ദി ബെസ്റ്റ്.